4 പതിറ്റാണ്ടിൽ ഏറെയായി കേരള പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന ചാക്കോ വധക്കേസിലെ മുഖ്യപ്രതി സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ മലയാളത്തിലെ സകല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇപ്പോൾ അതിന്റെ പുറകെയാണ്. വാർത്തകളിൽ ഇന്നലെ മുതൽ ഇതുതന്നെയാണ് ബ്രേക്കിംഗ്. ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വന്നാൽ ട്രോളുകളുടെ പൂരമാണ്. ഇൻസ്റ്റഗ്രാമിലും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും സുകുമാരക്കുറുപ്പിനെ കേന്ദ്രീകരിച്ച് നിർമ്മിച്ച AI ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ വൈറലാകുന്നത്. അത്യാധുനിക AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരം ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. സുകുമാരക്കുറുപ്പ് ഫ്രം ബ്രൂണൈ എന്ന പേരിൽ നിരവധി വ്യാജ അക്കൗണ്ടുകളാണ് ഇൻസ്റ്റഗ്രാമിൽ ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഒളിവ് ജീവിതത്തിനിടെ ലോകകപ്പ് ഫുട്ബോൾ കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ കുറുപ്പ്, ബ്രൂണയിൽ ഓണം ആഘോഷിക്കുന്ന കുറുപ്പ് എന്നിങ്ങനെ രസകരമായ ഒട്ടേറെ AI ചിത്രങ്ങളാണ് ഈ പേജുകളിൽ നിറയുന്നത്. ബ്രൂണയിലെ നിർമ്മാണ കമ്പനി ജീവനക്കാരനായ സുകുമാരക്കുറുപ്പ്, വാർത്തകൾ പുറത്തു വന്നതോടെ താവളം മാറ്റാൻ പാക്കിംഗ് നടത്തുന്ന കുറുപ്പ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന കണ്ടന്റുകളാണ് ട്രോൾ പേജുകളിൽ ഉള്ളത്. പതിറ്റാണ്ടുകളായി പോലീസിനെ വെട്ടിക്കുന്ന സുകുമാരക്കുറുപ്പ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ബ്രൂണയിൽ ഒളിവിലുണ്ടെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ അവകാശപ്പെട്ടതാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. സുകുമാരക്കുറുപ്പിന്റേതെന്ന് അവകാശപ്പെട്ട് 2023 ഒരു ചിത്രവും പുറത്തു വന്നിരുന്നു. കാറിൽ വന്നിറങ്ങുന്നതും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതും വീട്ടിൽ വിശ്രമിക്കുന്നതുമടക്കം വിശ്വസനീയമായ ഒട്ടേറെ വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണം നടത്തിയാൽ പറയുന്നത്. ക്രിസ്ത്യൻ ഹിന്ദു പേരുകൾ സമന്വയിപ്പിച്ച് ഇൻഡോ മലേഷ്യൻ പൗരൻ എന്ന വ്യാജവിലാസത്തിലാണ് ഇയാൾ ബ്രൂണയിൽ കഴിയുന്നതത്രേ. അതേസമയം പുറത്തു വന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈബർ വിദഗ്ധരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് നീക്കം. കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ADGP നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. സുകുമാരക്കുറുപ്പ് വിദേശത്തുണ്ടെന്നതിന് നിലവിൽ സ്ഥിരീകരണമില്ലെന്നും അഭ്യൂഹമാണെന്നും പറയുന്ന ചെന്നിത്തല ഇക്കാര്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. സുകുമാരക്കുറുപ്പ് ലോൺ പെൻഡിംഗ് കേസാണ്. ക്രൈംബ്രാഞ്ച് ADGPയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള പോലീസ് ഇന്റർപോളുമായി ബന്ധപ്പെട്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ അഭ്യൂഹങ്ങളാണ് ഉള്ളത്. സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതിന്റെ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യം പ്രധാനപ്പെട്ട പല മാധ്യമ പ്രവർത്തകർ എന്നോട് സൂചിപ്പിച്ചിരുന്നു. നിജസ്ഥിതി അറിയാൻ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള ADGP വെങ്കടേഷിനോട് ഇന്നലെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായെന്ന അലി അക്ബറിന്റെ ആരോപണം വയലാർ രവി ആഭ്യന്തരമന്ത്രിയായ കാലത്തുള്ളതാണ്. 40 വർഷത്തോളമായില്ലേ, അതിൽ എന്താണ് പൂഴ്ത്താനുള്ളതെന്നാണ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ 1984 ജനുവരി 22 ഫിലിം റെപ്രസെന്റേറ്റീവ് ആലപ്പുഴ തത്തമ്പള്ളി കുട്ടിച്ചിറ ആലപ്പാട്ട് വീട്ടിൽ ചാക്കോയെ കാറിനുള്ളിൽ തീയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പിടികിട്ടാപ്പുള്ളിയാണ് മുഖ്യപ്രതി സുകുമാരക്കുറുപ്പ്. കുറുപ്പിനെ പോലീസ് സഹായിച്ചിട്ടുണ്ടാകാം എന്നാണ് കൊല്ലപ്പെട്ട ചാക്കോയുടെ മകൻ ജിതിൻ ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചത്. സഹായം ലഭിക്കാതെ ഇത്രയും നാൾ ഒളിവിൽ കഴിയാൻ സാധിക്കില്ല. അച്ഛനെ കൊന്നവരെ കണ്ടെത്തിയത് നല്ല ഉദ്യോഗസ്ഥരാണ്. അവരെ മറക്കുന്നില്ല. അമ്മയ്ക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജിതിൻ പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം മുങ്ങിയ സുകുമാരക്കുറുപ്പ് രൂപമാറ്റം വരുത്തി ഉത്തരേന്ത്യയിൽ കഴിയുന്നുണ്ടെന്നും വിദേശത്തേക്ക് കടന്നെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപക തിരച്ചിൽ നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘം ഗൾഫ് രാജ്യങ്ങൾ, ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും കണ്ടെത്താനായില്ല. 42 വർഷമായി വട്ടം കറക്കുന്ന കേസ്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം അവസാനിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടെയാണ് അന്വേഷണ സംഘത്തിൽ മുൻപംഗമായിരുന്ന പോലീസുകാരൻ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ജീവനോടെയുണ്ടെന്നും നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുകയാണെന്നും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അലി അക്ബർ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു.